Praise the Lord. Hallelujah. Hallelujah. ശക്തിയോടൊരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ ശനിയാഴ്ച വൈകിയ സമയത്ത് കർത്താവ് നമ്മളെ മീറ്റിങ്ങിനായി കൂട്ടിക്കൊണ്ട് വരുത്തിയത് ഓർത്തിയും കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളോടൊന്നിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, നിങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കുചേരുവാൻ ഇടയായതിൽ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച് പ്രിയ കർത്തദാസനോട് നന്ദി ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നാളത്തെ ആരാധനയ്ക്ക് ശേഷം ഞാൻ മടങ്ങി ഹ്യൂസ്റ്റണിലേക്ക് കടന്നു പോകുന്നു. നിങ്ങൾ അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ശുശ്രൂഷകൾ കർത്താവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമോ അതിൻ്റെ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾ അടിയങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അവൻ്റെ മുൻപിൽ മറവായിട്ടൊന്നുമില്ല. അവൻ സകല സ്തുതികൾക്കും യോഗ്യനാണ്. കഴിഞ്ഞ ദിവസം പ്രിയ കർത്തദാസൻ പറഞ്ഞതുപോലെ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്നുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചവരാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനും ഒന്നും കൂടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുമ്പോൾ തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതൊക്കെ ഓർക്കുമ്പം നമ്മുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകും, അല്ലേ? കർത്താവിൻ്റെ നന്മകളും കർത്താവിൻ്റെ ദാനങ്ങളും അനുഭവിച്ചവരൊക്കെ എത്ര പേരുണ്ട്? കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. ഈ മനുഷ്യരാരും അത് കണ്ടില്ലെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ മഹത്വം അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ തേജസ്, അവൻ്റെ അഭിഷേകം നമ്മുടെ മേലേക്ക് ചലിക്കുമ്പോൾ നാം പോലും അറിയാതെ നാം നിൽക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ നമ്മൾ അല്ലെങ്കിൽ ആ അനോയിൻറ്റിങ് നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ ചില അത്ഭുതങ്ങൾ നാം പോലും അറിയാതെ ആ ദേശത്ത് നടക്കും. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ അത് നടക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു? സങ്കീർത്തന പ്രകാരം പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ തന്നെ. ആ മഹത്വത്തിൻ്റെ രാജാവിനെ നമ്മൾ ആരാധിക്കുന്നത്. ഈ ലോകത്തിലുള്ള മറ്റ് ദൈവങ്ങളെ പോലെ കണ്ണുണ്ടെങ്കിലും കാണാത്തതും, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തതും, വായുണ്ടെങ്കിലും സംസാരിക്കാത്തതുമായിട്ടുള്ളൊരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ലെന്ന വചനം പറയുന്നത്. പക്ഷേ നമ്മൾ അവൻ്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വാത്സല്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ വേളകളിലും യേശു ആരാണെന്നും അവൻ്റെ ഒരു ഫീൽ നാം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? പ്രത്യേകിച്ചും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കറിയാം, യേശു അല്ലാതെ മറ്റൊന്നുമില്ല. എന്തെങ്കിലും പാടാനോ പറയാനോ പ്രശംസിപ്പാനോ ഈ ലോകത്തിലുണ്ടെങ്കിൽ അതെൻ്റെ യേശു അല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെല്ലാം മൗനമായിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പുകഴാനുണ്ടെങ്കിൽ എൻ്റെ യേശു അല്ലാതെ മറ്റൊന്നുമില്ല. എത്ര പേർക്ക് ആ വെളിപ്പാടും കാഴ്ചപ്പാടും പ്രാപിച്ചിട്ടുണ്ട്? ഇന്ന് ലോകത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ആ മഹത്വവും ആ തേജസ്സും നിറഞ്ഞ് ആ യേശുവിൻ്റെ ഒരു കൃപയും കഴിവും അവന് നമ്മളോട് തോന്നിയ ദയയും കരുണയും മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. അപ്പോൾ ദൈവത്തിന് എന്തു വരണം? പ്രസാദം വരണം. നമ്മുടെ ഓരോ സ്തോത്രത്തിലും നമ്മുടെ ഓരോ ആരാധനയിലും മറ്റാരും പ്രശംസിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റാർക്കും പ്രസാദം വന്നില്ലെങ്കിലും യേശുവിന് പ്രസാദം വരണം. മറ്റൊരു വാക്യം ഇങ്ങനെയുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിലാണ്, സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, അത് വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന പിതാവ് ഇച്ഛിക്കുന്നത്. അതായത് നമ്മുടെ പിതാവിന് നമ്മുടെ ആരാധന എങ്ങനെ വേണം എന്നൊരാഗ്രഹമുണ്ട്. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിലും ആത്മാവിലും.
അവിടെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്തേക്കുന്ന വേർഡ് ട്രൂ വർഷിപ്പേഴ്സ് എന്ന, സത്യ നമസ്കാരികൾ. നമ്മൾ സത്യത്തിലാണോ നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത്? നാം സത്യത്തിലും ഭയഭക്തിയിലുമാണോ നമ്മളെ കർത്താവിനെ ആരാധിക്കുന്നത്? അതോ ഉപവാസ പ്രാർത്ഥന ആ ശനിയാഴ്ച വൈകിട്ട് ചർച്ചിൽ വന്നില്ലെങ്കിൽ പാസ്റ്റർ വിളിച്ച് ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ച ഒരു പേരിനും ചടങ്ങിനും വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നതെങ്കിൽ നിങ്ങൾ അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യും കേട്ടോ. കാരണം ഇന്ന് ലഭിക്കുന്ന അവസരം നാളെ കിട്ടുമെന്ന് നമുക്കൊരു ഗ്യാരൻറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അവൻ്റെ മഹത്വത്തെ ഓർത്ത്, അവൻ്റെ മേലുള്ള അവന് നമ്മളോട് തോന്നിയ ദയൊക്കെ ഒന്ന് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ നാം സമയം ചെലവഴിക്കുക. ഇന്ന് എത്ര പേർക്ക് അതരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിച്ച് ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുന്നു? അവൻ സ്തുതികളിന് മേൽ വസിക്കുന്ന കർത്താവാണ്. അവൻ രാജാതി രാജാവാണ്. അവൻ നമ്മളെ വീണ്ടെടുത്തവൻ, അവൻ നമ്മുടെ രക്ഷകൻ, അവൻ നമ്മൾക്ക് നിത്യമായ അവകാശങ്ങളെ നൽകി തന്ന യേശു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ യേശു ക്രിസ്തു. ശബ്ദനാപനാരകൾ പ്രൗഢ. അല്പസമയം ആദരങ്ങളൊക്കെ ഒന്ന് തുറന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. നാം അല്പസമയം ഗാനങ്ങളൊക്കെ പാടി നാം കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നിങ്ങൾ പ്രാരംഭത്തിൽ തന്നെ എഴുന്നേൽക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കണമെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് സൈലൻ്റ് ആയിട്ട് നിന്ന് ആരാധിക്കണമെങ്കിൽ അങ്ങനെ. ഒരു റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസും ഇല്ല. പക്ഷെ ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്യണം, നിങ്ങൾ ആരാധിക്കുന്നതിൻ്റെ അകത്ത് യു ഗേവ് ദ ഹയസ്റ്റ് പ്രൈസ്. ഇന്ന് ഈ വൈകിയ സമയത്ത്, നാളെ ഒരുപക്ഷെ നിങ്ങൾ ജീവനോടെ പകൽ കണ്ടെന്ന് വരത്തില്ല. നാളെ ആരാധനയ്ക്ക് വന്നിട്ട് സ്തുതിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പം ഒരുപക്ഷെ കർത്താവ് അതിനൊരു അവസരം തന്നെന്ന് വരത്തില്ല. ഇന്ന് നിങ്ങളുടെ അവസാനത്തെ ശ്വാസമായിരിക്കാം, ഇന്ന് നിങ്ങളുടെ അവസാനത്തെ ആരാധനയായിരിക്കാം. അതുകൊണ്ട് തന്നെ എപ്പോൾ സ്തുതിച്ചാലും ഇനിയൊരവസരം കിട്ടത്തില്ലെന്നോർത്ത് അവന് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം, അവനെ ആരാധിക്കുവാൻ പറ്റുന്നതിൻ്റെ മാക്സിമം. യെസ്, അതരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിച്ച് കർത്താവിന് സ്തുതിച്ചാട്ടെ. യേശുവിൻ നാമത്തിനാരാധന, രാജാതി രാജാവിനാരാധന. യേശുവിൻ നാമത്തിനാരാധന, രാജാതി രാജാവിനാരാധന. എല്ലാ പ്രശംസയും, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്കാരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് യേശുവിൻ നാമം, യേശുവിൻ നാമത്തിനാരാധന, രാജാധി രാജാവിനാരാധന. ചേർന്ന് യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിനാരാധന, രാജാധി രാജാവിനാരാധന. എല്ലാ പ്രശംസയ്ക്കും, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്കാരാധന. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ. ദുഃഖത്തിൻ വേള കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ. ഹല്ലേലൂയ,
प्रार्थना महिमा से तेरी महिमा से जो भी तू चाहे तू यहाँ पे once again हो तेरी स्तुति और आराधना करता हूँ मैं तुझसे यही प्रार्थना महिमा से जो भी तू चाहे तू यहाँ पे हालेलुया ओ हालेलुया 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 അങ്ങേക്കു തുല്യനായി അങ്ങേക്കു തുല്യനായി ആരുമില്ല നീയല്ലാതെ വേറെ ദൈവം ചേർന്ന് പറഞ്ഞേ അങ്ങേക്കു തുല്യനായി അങ്ങേക്കു തുല്യനായി വേറെ ദൈവമില്ല നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ നീയാണെൻ ദൈവമൻ എൻ പിതാവേ ഹല്ലേലൂയ 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 യേശുവിൻ നാമത്തിൽ ശബ്ദമുയർത്തി പാടട്ടെ രാജാധിരാജാവിനാര ഒരു പ്രാവശ്യം ശബ്ദമുയർത്തി യേശുവിൻ രാജാധിരാജാവിനാരാധന എല്ലാ പ്രശംസയ്ക്കും എല്ലാ പാടുന്നു ഞാൻ അങ്ങേക്കാരാധന ഹല്ലേലൂയ യെസ് ഹല്ലേലൂയ 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 ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ 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 നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ചേർന്ന് പറഞ്ഞ നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല നിന്നെ കാണും നിന്നെ ചേർന്ന് പരപരമേശ പരപരമേശ വരമരുളീശ നീയാത്രേയൻ രക്ഷാസ്ഥാനം പരപരമേശ വരമരുളീശ നീയാത്രേയൻ രക്ഷാസ്ഥാനം നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണിൽ തുടച്ചിടും നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണിൽ തുടച്ചിടും നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ ഉറപ്പോടെ പറഞ്ഞേ ഓ നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണിൽ തുടച്ചിടും പരപരമേശ വരമരുളീശ നീയാത്രേയൻ രക്ഷാസ്ഥാനം പരപരമേശ വരമരുളീശ നീയാത്രേയൻ രക്ഷാസ്ഥാനം കാർമേഘത്തിൽ
കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും, ഉറപ്പോടെ പറഞ്ഞേ, കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരമേശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള നിന്നോടൊന്നിച്ചുള്ള എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ ചേർന്ന് പരമേശ വരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരമേശ വരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. പരമേശ നീയത്രയൻ രക്ഷാസ്ഥാനം. ഈ ലോകത്തിൽ എന്തെങ്കിലും ഉറപ്പായിട്ടൊരു രക്ഷാസ്ഥാനമുണ്ടെങ്കിൽ അതെന്റെ യേശു ക്രിസ്തുവാണ്. അവനെ കണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നാം എന്തെങ്കിലും സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവിനെ കണ്ടുമുട്ടിയതാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഒരുപക്ഷെ മറ്റേതോ ദൈവങ്ങളുടെ പുറകെ പോകുകയായിരുന്നെങ്കിൽ, അതോ മറ്റേതെങ്കിലും ആൾ ദൈവങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തന്നെ ഇല്ലാതായി പോകുമായിരുന്നു. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിയതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ആമേൻ. കാരണം അവൻ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കും. അവൻ നിന്നോട് കൂടെ ഇരിക്കും. അവൻ നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കില്ല. നീ പേടിക്കരുത്, നീ ഭ്രമിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ഒരു ദൈവം. സാഹചര്യങ്ങൾ വരുമ്പം ആൾ ദൈവങ്ങളൊക്കെ പോകും. ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ, ഒരു പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്ത് സ്നേഹിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പങ്കാളിയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഹൂവർ ഇറ്റ് ഈസ്, അവർക്ക് മാക്സിമം തരാൻ പറ്റുന്ന സ്നേഹമോ ഫ്രണ്ട്ഷിപ്പോ മേ ബി ഒരു ലങ്സോ അല്ലെങ്കിൽ ഒരു കരളുടെ പകുതിയോ വരെയൊക്കെ തരാം. പക്ഷേ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളോട് ചോദിച്ചേ, എനിക്ക് നിങ്ങളുടെ ജീവൻ തരാമോ എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? അവർ സെൽഫിഷ് ആയിരിക്കും അല്ലേ? എത്ര സ്നേഹമുണ്ടെങ്കിലും എൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സാം പാസ്റ്റർ, നമ്മുടെ ചർച്ചിൻ്റെ പാസ്റ്ററാണല്ലോ, ഞാൻ പാസ്റ്ററുടെ ഏറ്റവും അടുത്ത വിശ്വാസിയാണെന്ന് പറഞ്ഞു പാസ്റ്റർ ചോദിക്കുക, പാസ്റ്ററെ എനിക്ക് പാസ്റ്ററുടെ ജീവൻ വേണം, പാസ്റ്റർ തരൂ? ഇല്ല. ജീവൻ്റെ കേസിലേക്ക് വരുമ്പോൾ എല്ലാവരും സെൽഫിഷാണ്. പക്ഷേ എൻ്റെ യേശു പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി കൈവിടുകയില്ല. തൻ്റെ സ്വപുത്രൻ്റെ ഇഷ്ടത്തെ ആദരിക്കാതെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. ആ പിതാവിൻ്റെ അത്ര വലിയൊരു സാക്രിഫൈസിനെ നാം എത്ര പ്രകീർത്തിച്ചാലും എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. കാരണം അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ മരിച്ചത്. അവൻ രോഗം ശീലിച്ചവനായും പാപം വഹിച്ചവനായും അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയാ, നമുക്ക് വേണ്ടി. ഇന്ന് കാഴ്ചപ്പാട് പ്രാപിച്ച ജനം എത്ര പേരുണ്ട്? അതൊക്കെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. യെസ് കർത്താവേ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കാർമേഘത്തിനുള്ളിലും ഞാൻ എന്തെങ്കിലും ഒരു മിന്നുന്ന ശോഭ കാണുന്നുണ്ടെങ്കിൽ അത് വെളിച്ചമാകുന്ന എൻ്റെ യേശു. നമ്മുടെ ജീവിതത്തിലെ കാർമേഘത്തിന്റെ മണ്ഡലങ്ങളുടെ നടുവിൽ നമുക്ക് സന്തോഷം പകരാൻ, നമുക്ക് വെളിച്ചം പകരാൻ ആ യേശു ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമായി പോയേനെ.
ആ യേശുവിനോട് ഒന്നിച്ചുള്ള വാസമല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇത്ര ആനന്ദം പകരുന്നത്. കാരണം നിന്റെ വശത്തും നിന്റെ വലതുവശത്തും ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ വീണു, പക്ഷെ അവയൊന്നും നിന്നോടടുക്കാതെ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു, ജാസ്പർ എന്ന സിറ്റിയിൽ ഒരു വൈൽഡ് ഫയർ ഉണ്ടായി, ഒരു ടൗൺഷിപ്പ് തന്നെ കത്തിപ്പോയെന്ന്. അത് എഡ്മണ്ടനിലായിക്കൂടായിരുന്നോ? അത് ഈ കേരള പെന്തക്കോസ് അസംബ്ലിയുടെ ചർച്ചിലായിക്കൂടായിരുന്നോ? പക്ഷെ എൻ്റെ കർത്താവിനൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് നീയും ഞാനും ഒക്കെ ഇന്ന് ജീവനോടുകൂടി പട്ടണത്തിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല, ഈ കഴിഞ്ഞ ഒരു ആഴ്ച മുൻപ് ക്രൗഡ് സ്ട്രൈക്ക്, അതായത് വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം തകർക്കുന്ന ഒരു സംഭവം അമേരിക്കയിൽ, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, അമേരിക്കയിൽ അല്ല ലോകമെമ്പാടും അടിച്ചു പോയെന്ന് തോന്നുന്നു. അപ്പം എയർപോർട്ടിലൊക്കെ അവർ ഒത്തിരി വർഷങ്ങൾ പിന്നിലേക്ക് പോയി. അതായത് അവർക്ക് ബോർഡിംഗ് പാസ് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഫ്ലൈറ്റുകൾ ലേറ്റ് ആകുന്നതിൻ്റെ ഒരു കാരണം അതാ, അവർക്ക് ബോർഡിംഗ് പാസ് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ചെയ്തെന്തോന്നറിയാമോ? ഒരു പേനയും പേപ്പറും എടുത്ത് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് തിരികെ പോയി. ഒരു സിസ്റ്റം, ഒരു ചെറിയൊരു സിസ്റ്റത്തിൽ വൈറസ് വ്യാപരിച്ചതാ ലോകം മുഴുവൻ ഷട്ട് ഡൗൺ ആയത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ താമസിക്കുന്ന ഹ്യൂസ്റ്റണിൽ ഒരു വലിയ കൊടുങ്കാറ്റും മഴയും അടിച്ചു. ബെറിൽ എന്ന് പറഞ്ഞൊരു ഹറിക്കെയിൻ അടിച്ചു. ഏകദേശം ഒരു 1000-1500 അടിയുടെ മുകളിൽ കൂടെ പോയ കൊടുങ്കാറ്റാണ്. എൻ്റെ വീടിൻ്റെ ഫെൻസും മരവും ഒന്നും ഇല്ലായിരുന്നു, എല്ലാം വേരോടെ പിഴുതു. എവിടെ? 1000-1500 അടി മുകളിൽ കൂടെ പോയതേ ഉള്ളൂ. അതെങ്ങാണം ഒരു 500 അടിയും കൂടെ താഴെയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അതുവഴി പോകുമായിരുന്നു, ഒരു പക്ഷേ ഞാൻ ജീവനോടെ കാണത്തില്ലായിരുന്നു. ഇന്ന് നിങ്ങൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 10 ദിവസം കറണ്ട് ഇല്ലായിരുന്നു. ഏകദേശം 10 ദിവസം ഹ്യൂസ്റ്റൺ സിറ്റി മുഴുവൻ കറണ്ട് ഇല്ലായിരുന്നു. ചൂടിൻ്റെ വല്ലാത്ത അവസ്ഥ. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വന്ന പോലെ 35-38 ഡിഗ്രിയാണ് ഞങ്ങൾക്ക് വർഷത്തിൽ 8 അല്ലെങ്കിൽ 10 മാസവും. ഞങ്ങൾക്ക് തണുപ്പ് തീരെ കുറവാണ്. ആ സാഹചര്യത്തിൽ കറണ്ട് ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തെ. കറണ്ടിലാണ് എല്ലാം, സ്റ്റൗവ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ഇതൊന്നുമില്ലാതെ ഉള്ള ഒരു ജീവിതം. ഇറ്റ് വാസ് റിയലി ഭയങ്കര ഹോറിബിൾ ആയിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിന് ഇന്ന് നാം കാണുന്ന ലോകമല്ല നാളെ. ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ലോകത്തിലെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് ഈ ഭൂമിയിൽ മാറാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ യേശുവിൻ്റെ നാമമാണ്. ഈ ഭൂമിയിൽ എന്തൊക്കെ മാറിയാലും, ആരൊക്കെ മാറിയാലും, നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവർ മാറിയാലും, മാറാതെ നിൽക്കുന്ന ആ യേശുവിൻ്റെ നാമത്തിന് ആരാധന അർപ്പിക്കുവാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് പാട്ടുകാരൻ പറയുന്നത്, എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിയിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ, ചാരിയിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ. ഗീതം പാടിയിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. നാം ഒരുമിച്ച ഗാനം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. ഒരുമിച്ച് നമുക്ക് കരങ്ങളെ തട്ടി ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുന്നു. ചേർന്ന് കരങ്ങളെ തട്ടി. ഹല്ലേലൂയ. ഗീതം പാടി ശബ്ദമുയർത്തി, എൻ്റെ ജീവിത യാത്രയതിൽ എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം, നോക്കി പാർത്തിടും. ഉറപ്പോടെ പറ, എല്ലാ കാലത്തും, എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതം യേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതം യേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നീടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നീടിലും കാന്തൻ മാറ്റം ഭവിക്കാ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ, എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗീതം പാ
അല്ലലഖിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ തിരുക്കാരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേടും യാഹവൻ താൻ. തിരുക്കാരത്തിൽ വൻ സാഗര ജലം കരുത്തേടും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിയിൽ കരുതുന്ന സ്നേഹമെന്താ ആശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിയിൽ കരുതുന്ന സ്നേഹമെന്താ ആശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ. ഉള്ളം കാലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കാലത്തിൽ വരച്ചവനൂർവിക്കതീശൻ നിന്നുടെ ആശ്വാസകൻ. ഉള്ളം കാലത്തിൽ വരച്ചവൻ നിന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ. മാറും മനുജരെല്ലാം മഹിതലമന്തു തീജ്വാലക്കിരയ മാറുകിലും. മാറും മനുജരെല്ലാം മഹിതലമന്തു തീജ്വാലക്കിരയ മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾ ഏതും മാറ്റം വരില്ല അവൻ വരവിനാൾ ആസന്നമായി. തിരുവാഗ്ദത്തങ്ങൾ ഏതും മാറ്റം വരില്ല അവൻ വരവിനാൾ ആസന്നമായി. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ. ഉറപ്പോടെ പറ എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാം നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഓ അവൻ എൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിയിലാകുലത്തിൽ. ആമേൻ അവൻ മതി ആശ്രയിപ്പാൻ. ഉറപ്പോടെ പറഞ്ഞ് അവനെന്റെ ഓടവനക്ഷാരകവായുടെ വിഖമാനം അവനിയിലാകുലത്തിൽ. അവൻ മതി ആശ്രയിപ്പാൻ. തുണയെനിക്ക് ശുവേ. ആമേൻ കുറവിനില്ല താൻ അനുദിനം തൻ നിഴലിൽ. ആമേൻ മറവിൽ വസിച്ചിടും ഞാൻ ആകുലവേളകളിൽ. ആപത്തു നാളുകളിൽ ആഗതന അരികിൽ. ഓ ആശ്വസിപ്പിച്ചിടുവാൻ ആകുലവേളകളിൽ. ആപത്തു നാളുകളിൽ
അനുദിനം അനുദിനം തൻ നിഴലിൽ ഓ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കാണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താ ഓ പകർന്നിടും കൃപമഴ പോൽ. പകയന്റെ പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ ഓ പകർന്നിടും കൃപമഴ പോൽ. തുണയെനിക്ക് ഓ അനുദിനം തൻ നിഴലിൽ ഓ മറവിൽ വസിച്ചിടും ഞാൻ. ബലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നു ഓ വല്ലഭൻ കാത്തിടുമേ. ഓ ബലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലഭൻ കാത്തിടുമേ. തുണയെനിക്ക് അനുദിനം തൻ നിഴലിൽ ഓ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പാലകയുമായി ഓ പരമനി പാരിടത്തിൽ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പാലകയുമാ പരമനി പാരിടത്തിൽ. തുണയെനിക്ക് യേശുവേ ഓ കുറവിനിയില്ല താൻ. അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ ഓ കുറവിനിയില്ല താൻ. അനുദിനം തൻ നിഴലിൽ ഓ മറവിൽ വസിച്ചിടും ഞാൻ. ആമേൻ. തുണയെനിക്ക് യേശുവേ ഓ കുറവിനിയില്ല താൻ. അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ ഓ കുറവിനിയില്ല താൻ. അനുദിനം തൻ നിഴലിൽ ഓ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ കുറവിനിയില്ല താൻ. അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഓ മറവിൽ വസിച്ചിടും ഞാൻ. വൈഡൽ പ്രമനാരകവശം ധാരകബാരാധ
നമ്മുടെ വലയമായി അവൻ നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കിയ നമ്മുടെ ദൈവം, അവൻ വലയമായി നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ഉറപ്പ്. അവനാണ് ക്രിസ്തീയ ജീവിതത്തിലെ നമ്മുടെ തുണയെന്നുള്ളൊരു ഉറപ്പ് എത്ര പേർക്കുണ്ട്? നാം പാടിയതുപോലെ നമ്മുടെ ആകുലവേളകളിൽ നമ്മുടെ വലത്തും ഇടത്തും ആയിരങ്ങളും പതിനായിരങ്ങളും വീണപ്പോൾ അവയൊന്നും നമ്മളോട് അടുക്കാതെ നമ്മളെ കാത്ത് നമ്മളെ ഇന്നും ജയോത്സവമായി നടത്തുന്ന ആ കർത്താവിന്റെ വിശ്വസ്തതയോർത്ത്, ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവനാണ് നമ്മുടെ ശരണം. ഒരു പ്രാവശ്യം കൂടെ പറയാൻ, അവനാണ് എൻ്റെ സങ്കേതം, അവനാണ് എൻ്റെ കോട്ട, അവനാണ് എൻ്റെ ആലംബം. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീണാലും എന്തൊക്കെ ഇരച്ച് കലങ്ങി വന്നാലും എനിക്ക് എൻ്റെ യേശുവാണ് എൻ്റെ ഉറപ്പെന്ന് ഉറപ്പോടെ പറയുവാൻ കഴിയുന്നവർ ആദരങ്ങളെ തുറന്ന കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവിന്റെ വിശ്വസ്തതയല്ലേ നമ്മൾ ഇന്ന് ജീവനോടെ നിൽക്കുന്നത്. All my days, all my life, you have been faithful. All my life, you have been so, so good. With every breath that I am able, I will sing of the goodness of God. Come on, kids together. All my life. All my life you have been faithful. All my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. Sing together, I love you, Lord. Oh, your mercy never fails me. All my days I've been held in your hand. From the moment that I wake up, the moment that I wake up, until I lay my head. Oh, I will sing of the goodness of God. I love you, Lord. I love you, Lord. For your mercy never fails me. All my days, all my days I've been held in your hand. From the moment that I wake until I lay my head. Oh, I will sing of the goodness of God. All my life, you have been faithful. Yes, it's faithfulness. Oh, all my life you have been so, so good. With every breath that I am able. Oh, I will sing of the goodness of God. All my life you have been faithful. Life you have been so, so good. With every breath that I am able, I will sing of the goodness of God. I love your voice. You have led me through the fire in darkness night. You are close like no other. I've known you as a father. I've known you as a friend. Oh, and I have lived in the goodness of God. Come on, all the kids here, sing out loud. I love your voice. You have led me to the fire in darkness night. In darkness night.
You are close like no other. I have known you as a father. I've known you as a father. I've known you as a friend. Oh, I have lived in the goodness of God. How many of you can sing this evening that all my life He has been faithful? All my life you have been faithful. Oh, all my life you have been so good. With every breath that I am able, I will sing of the goodness of God. All my life you have been faithful. All my life you have been so good. With every breath that I am able, I will sing of the goodness of God. Your goodness is running after, it's running after me. Your goodness is running after, it's running after me. Come on, sing out loud. Your goodness is running after, is running after me. Your goodness is running after, is running after me. Your goodness is running after, it's running after me. Your goodness is running after, it's running after me. With my life laid down, I'm surrendered now. I give you everything. Your goodness is running after, is running after me. Your goodness is running after, it's running after me. Your goodness is running after, it's running after me. One more time. Your goodness is running after, it's running after me. All my life you have been faithful. All my life you have been so good. With every breath that I am able, I will sing of the goodness of God. Once again, all my life. All my life you have been faithful. All my life you have been so good. With every breath that I am able, I will sing of the goodness of God. Oh Lord my God, when I in awesome wonder consider all the words thy hands have made, I see the stars, I see the stars, I hear the rolling thunder, I hear the rolling thunder, thy far throughout the universe display. Come on, once again, oh Lord my God, when I in awesome wonder consider all the world thy hands have made. I see the stars, I see the stars, I hear the rolling thunder, thy power throughout the universe displayed. Then sings my soul, then sings my soul, my Savior God, to thee. How great thou art, how great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. ചേർന്ന് പറഞ്ഞ അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ.
ഉച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ, അങ്ങെത്രയോ മഹോന്നതൻ, അങ്ങെത്രയോ മഹോന്നതൻ. We thank you, Jesus. അക്കാരങ്ങളെ തട്ടി കർത്താവിന് സകല ആരാധനയും അർപ്പിച്ചാട്ടെ. അവൻ ഉന്നതങ്ങളിൽ ഉന്നതൻ, അവൻ പരിശുദ്ധനിൽ പരിശുദ്ധൻ, അവൻ രാജാക്കന്മാരിൽ രാജാവ്, അവൻ കർത്താനിമാരിൽ കർത്താവ്. യെസ്, പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ മുൻപിലായിരിക്കാൻ, അങ്ങെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ വരുത്തിയല്ലോ കർത്താവേ. ഉപവാസ പ്രാർത്ഥനയുടെ 6-ാം ദിവസത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ അങ്ങയുടെ ശബ്ദം ഞങ്ങളെ വീണ്ടും കേൾപ്പിക്കണമേ കർത്താവേ. അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെയുള്ളതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വം അങ്ങ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ വന്ദനം പറയുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം രാത്രിയിലേക്ക് വരാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. കഴിഞ്ഞ 6 ദിനങ്ങളിൽ ദൈവം നമ്മോട് ഐശ്വര്യമായി ഇടപെട്ടുകൊണ്ടിരുന്നു. അത് ആരാധനയോടുള്ള ബന്ധത്തിലാണെങ്കിലും വചന ശുശ്രൂഷയുള്ള ബന്ധത്തിലാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായ നിലകളിൽ ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നാം അറിയേണ്ട ദൈവിക ദൂതുകൾ, ദൈവിക ആലോചനകൾ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ ദേശത്തോട്, പട്ടണത്തോട്, സഭയോട്, ഓരോ കുടുംബങ്ങളോടും വ്യക്തിപരമായും ഒക്കെ ദൈവം അറിയിക്കുന്ന ദൂതുകൾക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് നമ്മുടെ മധ്യയായിരിക്കുന്ന ദൈവഭക്തന്മാർക്കായിട്ട് കർത്താവിനെ സ്തോത്രം പറയുന്നു, സ്വാഗതം പറയുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ചുരുങ്ങിയ നിമിഷത്തെ ദൈവ വചന ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 60 മുതലുള്ള വാക്യം, 60 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 60 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ. ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുൻപേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവൻ എന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 നിങ്ങൾക്ക് പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെയ്ത അത്ഭുതങ്ങളിൽ വളരെ നിർണായകമെന്ന് പറയാവുന്ന, ഏറ്റവും അധികം ആളുകളെ സ്വാധീനിച്ചു എന്ന് പറയാവുന്ന അത്ഭുതങ്ങളിലൊന്നാണ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 കുടുംബത്തെ പോഷിപ്പിച്ചത്. അപ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയങ്ങളിൽ തന്നെ ഫോളോ ചെയ്തിരുന്നവരുടെ നമ്പർ വളരെ കുറവായിരുന്നു. എന്നാൽ ഈ ഒരൊറ്റ അത്ഭുതം തൻ്റെ കൂടെ ഫോളോ ചെയ്യുന്നവരുടെ നമ്പർ ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് 5000 കുടുംബങ്ങൾ കൂടി അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അത്ര സ്വാധീനം ചെലുത്തിയ ഒരത്ഭുതമാണ് 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കുറിച്ചിരിക്കുന്ന യേശു ചെയ്ത അത്ഭുതം. ഈ അത്ഭുതം വളരെ നിർണായകമായതുകൊണ്ടാകാം എല്ലാ സുവിശേഷങ്ങളിലും
ഈ അത്ഭുതം കുറിച്ചു വച്ചിട്ടുണ്ട്. 4 ഗോസ്പൽസിലും നമ്മൾ വായിച്ചാൽ യേശു ചെയ്ത ഈ അത്ഭുതം അവിടെ കാണാൻ പറ്റും. അത് ഞാൻ പറഞ്ഞതുപോലെ യേശുവിനെ പിൻപറ്റുന്നവരുടെ എണ്ണം വളരെ വർദ്ധിക്കാൻ അത് കാരണമായി വന്നു. എന്നാൽ നമ്മളിപ്പോൾ വായിച്ച് വന്ന ഭാഗം ഇറ്റ് ഹാപ്പൻ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലത്തെ കാര്യമാണ്. യേശു ഗലീലയിൽ നിന്ന് കഫർന്നഹൂമിലേക്ക് യാത്രയായി. തൻ്റെ യാത്രയിൽ താൻ അവിടേക്ക് വാങ്ങിപ്പോകുമ്പോൾ ആളുകൾ തന്നെ തിരഞ്ഞിട്ട് യേശു എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് ജനം കൂടുകയാണ്. ദ സെർച്ച് ഫോർ ജീസസ്. അതിനുശേഷം അങ്ങനെ കർത്താവ് എവിടെയുണ്ടോ, ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അത് തിരക്കി ആളുകൾ പോകുകയാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ജനം തന്നെ അവിടെ കൊഴുകും. അത് എപ്പോഴും അങ്ങനെയാണ്. അതാ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. യേശു അവിടെ ഉണ്ടെന്ന് തിരക്കി ആൾക്കാർ പോകുകയാണ്. കാരണം തമ്പുരാൻ ഉള്ളിടത്ത് തമ്പുരാൻ്റെ പ്രവർത്തികൾ ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഭൗതിക മേഖലയിലും ആത്മീക മേഖലയിലും ഒക്കെ അതിൻ്റെ ചലനങ്ങളുണ്ടാകും. അപ്പോൾ തന്നെ പിൻപറ്റുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. ആ നമ്പർ കൂടി വർദ്ധിച്ച് വന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ അതിൻ്റെ പ്രാരംഭത്തിൽ കാണാം. നമ്മൾ വായിച്ച ഭാഗം, ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ അറിഞ്ഞിട്ട്, ഇത് നിങ്ങൾക്ക് ഇടർച്ച ആകുന്നുവോ? ഡു യു ടേക്ക് ഓഫൻസ് അറ്റ് ദിസ്? ആ ചോദ്യത്തിന് അവിടെ പ്രസക്തമാകുന്നതിൻ്റെ കാരണം, യേശു ഓരോ അത്ഭുതവും ചെയ്യുമ്പോൾ ആ അത്ഭുതം ചെയ്യുന്നതിന് അതിനൊരു കാരണം, അതിനൊരു സ്പിരിച്വൽ മീനിങ് കർത്താവ് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മിറക്കിൾ. ഇപ്പം നമ്മൾ സുവിശേഷങ്ങളിലൊക്കെ കാണുന്ന ഈ അത്ഭുതങ്ങളെ നമ്മൾ മിറക്കിൾ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ്. യോഹന്നാൻ ഉപയോഗിക്കുന്ന വാക്ക് സൈൻ. ഇറ്റ്സ് എ സൈൻ. അതൊരു അടയാളമായി എന്നാണ്. അപ്പോൾ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ, യോഹന്നാൻ എഴുതിയ ആ സുവിശേഷത്തിൽ താൻ മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി താൻ ഓരോ അത്ഭുതങ്ങളും എടുത്തിട്ട് താൻ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് കർത്താവ് ഇതൊരു അടയാളമായി ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അപ്പത്തിൻ്റെ കാര്യം കർത്താവ് ചെയ്ത ഈ അത്ഭുതം പ്രസൻറ്റ് ചെയ്തിട്ട് യേശു അവരോട് പറഞ്ഞൊരു കാര്യം, ഞാനാണ് ജീവൻ്റെ അപ്പം. അപ്പം കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാനൊരു അത്ഭുതം ചെയ്യുമ്പോൾ ആ അത്ഭുതത്തിൻ്റെ പിന്നിൽ ചില ആത്മീക സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. സോ എവറി ടൈം ഒരു ബാലകനായ അന്ധനായ ഒരു പൈതലിനെ യേശു സൗഖ്യമാക്കിയിട്ട് യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെള്ളം കോരാൻ വന്ന ഒരു സ്ത്രീയോട് അതിനെക്കുറിച്ച് സംസാരിച്ച ശേഷം, എന്നിൽ നിന്ന് ജീവജലം പുറപ്പെടും, എന്നിൽ നിന്ന് കുടിക്കുന്നവന് പിന്നെ ദാഹിക്കില്ല. അപ്പോൾ ഓരോ അത്ഭുതവും യോഹന്നാൻ എടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ, it is being presented as a sign that gives a spiritual meaning. ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യം യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ യേശു അവിടെ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞാനാണ് I am the resurrection and the life. ഞാനാണ് ഉയർപ്പിക്കുന്നവൻ, ഞാനാണ് ഉയർപ്പ്, ഞാനാണ് ജീവൻ തരുന്നവൻ, സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ ഞാനാണെന്ന് യേശു വെളിപ്പെടുത്തുക. That's the way യോഹന്നാന്റെ സുവിശേഷത്തിൽ ഓരോ അത്ഭുതങ്ങളും പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെ ഈ 6-ാം അധ്യായത്തിൽ അപ്പത്തിൻ്റെ അത്ഭുതം ചെയ്ത ശേഷം യേശു അവരോട് വിളിച്ചു പറഞ്ഞു, ഇന്നലെ നിങ്ങൾ കണ്ട അത്ഭുതമില്ലേ, ഏതാ? അപ്പം വർദ്ധിച്ച ആ തൃപ്തിയായ അത്ഭുതം. There is a sign, there is a spiritual meaning behind it. കർത്താവ് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവർക്ക് ജീവനും നിത്യജീവനും ഒക്കെ ഉണ്ട്.
ഇത് പറഞ്ഞ് ഇവർ പറയും ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. ഏതാ അത്ഭുതം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. And they are excited about it. അർത്ഥം മനസ്സിലാവുന്നില്ല. നിന്റെ ഈ വാക്കുകൾ it's hard to understand. നമ്മൾ വിചാരിക്കുക നമ്മളായിരുന്നു അങ്ങനെയല്ല. പലപ്പോഴും ജീവിതം ഒന്ന് എടുത്തു നോക്കി. That's a fact. ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം ആവർത്തിച്ച് കണ്ടിട്ടും പിന്നെ അതിൻ്റെ പിന്നിലെ ദൈവിക ആത്മീക അർത്ഥം തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടല്ലേ അടുത്ത മൊമെന്റ് വരുമ്പം മാറി ചിന്തിക്കുന്നേ? അതുകൊണ്ടല്ലേ ഇന്നലകളിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം അയച്ച വിടുതൽ അക്ഷരാർത്ഥത്തിൽ കണ്ടിട്ടും പിറ്റേ ദിവസം ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ we think differently. നമുക്ക് ദൈവത്തെ അറിയത്തില്ല, ദൈവത്തിന്റെ പ്രവൃത്തി അറിയത്തില്ല. I cannot understand, it's hard. ഇത് ഇവരുടെ ഒരു പ്രശ്നമാണ്. ഇത് മാത്രമല്ല, കർത്താവ് പറഞ്ഞ അവരോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ ഒഫൻഡഡ് ആകുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നോട് പിണങ്ങിയോ എന്നുള്ള മീനിങ്ങിലല്ല. ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിരുന്ന ആത്മീയ അർത്ഥത്തിൽ നിന്ന് did you lose confidence in my authority? എൻ്റെ അധികാരങ്ങളെക്കുറിച്ചുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് ചോദിക്കേ. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ആ ഒരു കോൺഫിഡൻസും ആ ട്രസ്റ്റും നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടോ? ഈ ചോദ്യം ചോദിച്ച് അവരുടെ പ്രതികരണം 66 വാക്യത്തിൽ ഇങ്ങനെയാണ്: അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. എന്നാ തൊട്ട് പിറ്റേ ദിവസം തലേന്ന് അത്ഭുതം കണ്ടവർ അനുഭവിച്ചവർ പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ തമ്പുരാൻ വിളിച്ചു പറഞ്ഞ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റായികയാൽ പിന്മാറിപ്പോയി. അവരെയും പരിശുദ്ധാത്മാവ് കുറിച്ചത് ശിഷ്യന്മാർ, ഡിസൈപ്പിൾസ്. നോക്കിയേ, ജസ്റ്റ് ജീവിതത്തിന്റെ സാഹചര്യം ഒന്ന് മാറിയപ്പോ അവര് പിന്മാറിപ്പോയി. അവരും ശിഷ്യന്മാരാ, അവരും ദേവാലയത്തിന്റെ ഭാഗമാ, അവരും അത്ഭുതത്തിന്റെ ഭാഗമായിരുന്നവരാ. അവരുടെ കയ്യിലും ബൈബിളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും സാഹചര്യം വേഗത്തിൽ അവരെ പിന്മാറിപ്പോകാൻ കാരണമാക്കി. നോക്കി, ഒരത്ഭുതം നടന്നപ്പം ഡിസൈപ്പിൾസിന്റെ എണ്ണം കൂടി. പിറ്റേ ദിവസം വചനം കേട്ടപ്പോൾ ആത്മീക സത്യം മനസ്സിലായപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാതെ ഇറ്റ്സ് ഹാർഡ് എന്ന് പറഞ്ഞിട്ട് പിന്മാറിപ്പോയി. എന്തായിരിക്കാം അതിൻ്റെ കാരണം? യെസ്, തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ അതിനെക്കുറിച്ച് ചുരുക്കമായി ചിന്തിക്കാൻ ഒരു കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇവർക്ക് അത്ഭുതങ്ങളെക്കുറിച്ച് അറിയാമെങ്കിലും അതിൻ്റെ അർത്ഥം ആഴം മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ യോഹന്നാൻ ഓരോ അത്ഭുതങ്ങളും പ്രസന്റ് ചെയ്യുമ്പോൾ യോഹന്നാൻ പറയുന്നൊരു കാര്യം, ഇത് കർത്താവ് ഒരു അടയാളമായി ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടും they cannot understand or accept the signs behind that spiritual meaning. അപ്പോൾ നോക്കിയേ, അത്ഭുതം മുമ്പിലുണ്ട്, ദൈവത്തെ മനസ്സിലാവുന്നില്ല. അത്ഭുതം മുമ്പിലുണ്ട്, ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല. അത്ഭുതം മുന്നിലുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതാണ് ഫാക്റ്റ്. ഒന്നറിയാമോ, നമുക്കൊരു സാഹചര്യത്തോട് അടുത്ത് വരുമ്പോൾ ദൈവിക അത്ഭുതങ്ങളെ അറിയാമെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നിപ്പോവുക. ഒരു സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അയച്ച വിടുതൽ ജീവിതത്തിൽ കിടക്കെ രണ്ടാമത് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവപ്രവൃത്തിയെക്കുറിച്ച് അറിയില്ലെന്ന് ചിന്തിക്കുക. ഇറ്റ്സ് എ പ്രോബ്ലം. നമുക്കൊക്കെ പറ്റിയിരിക്കുന്ന ആത്മീക ജീവിതത്തിന്റെ ഒരു പോരായ്മ ഇവിടെയാ.
ദൈവിക അത്ഭുതങ്ങളെ കുറിച്ച് അറിയാമെങ്കിലും പലപ്പോഴും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഈ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതിൻ്റെ അർത്ഥം അറിയാതെ പോകുന്നു. അതറിയാമായിരുന്നു എങ്കിൽ നാം ഇത്രയായിരുന്നില്ല ദൈവത്തെ സ്തുതിക്കുന്നത്. എൻ്റെ എല്ലാ ആവശ്യങ്ങളും സപ്ലൈ ചെയ്യാൻ എൻ്റെ ദൈവം മതിയായവനാണ് എന്ന അറിവ് നമുക്കുണ്ടായിരുന്നിരിക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ പോരായ്മ, ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിച്ചു പോകുന്നതാണ്. എവ്രി ഡേ ജീവിതത്തിൽ ദൈവം അത്ഭുതം കാണിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പലതിൻ്റെയും അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് സത്യം. അത് ചിലപ്പോഴൊക്കെ നാം തിരിഞ്ഞിന്തിക്കുന്നതല്ല. ഇന്ന് രാവിലെ ജീവനോടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റിയോ? അത് ദൈവാത്ഭുതമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതല്ലേ നമ്മുടെ പ്രശ്നം? നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നത്തേം പോലെ എഴുന്നേറ്റ് വന്നതുകൊണ്ടല്ലേ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമുണ്ടായിരുന്നെന്ന് നമുക്കറിയാൻ പറ്റാതെ പോയത്? ഈ ആലയത്തിലേക്ക് നമുക്കിന്ന് ആരോഗ്യത്തോടെ നടന്ന് കയറി വരാൻ പറ്റിയപ്പോൾ അതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ അത്ഭുതത്തെ പറ്റിയൊന്നും നമ്മൾ ചിന്തിച്ചു മനസ്സിലാക്കിയില്ലല്ലോ. നാം വാഹനം ഓടിച്ച് ജോലിക്ക് പോയി വന്ന് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോയതുപോലെ തോന്നിയപ്പോഴും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമുണ്ടായിരുന്നെന്നും ഞാൻ സൂക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ അത്ഭുതമാണെന്നും പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ നാം നമ്മുടെ ഡ്രൈവിൻ്റെ മികവും വാഹനത്തിൻ്റെ മികവുമല്ലേ വിളിച്ചു പറയുന്നത്. ഇത് തന്നെ ശിഷ്യന്മാർക്ക് പറ്റിയത്. അപ്പത്തിന്റെ സമയത്ത് അത്ഭുതമാണെന്നറിയാമെങ്കിലും അതിൻ്റെ ആത്മീയ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെന്ന് തോന്നിപ്പോകുന്നു. That's the thing. ഈ കഴിഞ്ഞിടയ്ക്ക് ആരോ ദൈവദാസൻ വരെ പറഞ്ഞതുപോലെ രാവിലെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അല്ലെങ്കിൽ വിശത്തപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിനകത്ത് അന്നത്തേനുള്ള ആഹാരം വരെ അതിലുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പോലും ദൈവത്തിൻ്റെ അത്ഭുതകരമുണ്ടായിരുന്നെന്ന് എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ പറ്റും? പ്രിയ കത്തദാസൻ വർഷിപ്പ് ലീഡ് സമയത്ത് പറഞ്ഞതുപോലെ 10 ദിവസം 5 ദിവസം ഈ സിറ്റി കറണ്ട് ഇല്ല എന്ന് വരട്ടെ, നമ്മുടെ പവർ ഒന്ന് പോകട്ടെ, പിന്നെ ഏത് ഫ്രിഡ്ജ് എന്ത് തുറക്കും? നോക്കി, അത്രയ്ക്കാണ് ദൈവിക കരുതലെന്ന് അറിയാമെങ്കിൽ, ദൈവം നമ്മെ സുരക്ഷിതമായി കാക്കുന്നതും പരിപാലിക്കുന്നതും അറിയാമെങ്കിൽ ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന ഈ അത്ഭുതങ്ങളെ കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. We are the recipients of miracles every day. Still we don't know who God is. ഇതാണ് നമ്മുടെ പലപ്പോഴത്തെ പ്രശ്നം. നാം ദിനംതോറും ദൈവിക അത്ഭുതങ്ങൾ അനുഭവിക്കുന്നു, ദിനംതോറും ദൈവിക കരുതൽ അനുഭവിക്കുന്നു, ദിനംതോറും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുന്നു. ഓരോ ദിവസവും നടത്തുന്ന ദൈവമാണെന്നറിയുന്നു, ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്ന ദൈവമാണെന്നറിയുന്നു. പക്ഷേ still we don't know who our God is. ഈ അത്ഭുതത്തിൻ്റെ തുടർച്ചയായി വരുമ്പോൾ ശിഷ്യന്മാര് ബോട്ടിൽ കയറി അക്കരയ്ക്ക് പോവുകയും യേശു വെള്ളത്തിൽ കൂടെ നടന്നു വരുന്ന സന്ദർഭം നമുക്ക് കാണാൻ കഴിയും. പത്രോസിനെ വിളിച്ചു. ആ മൊമെന്റിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി ഉണ്ടായി നമുക്ക് കാണാൻ പറ്റും. നമ്പർ 2, എന്തുകൊണ്ട് അത്ഭുതങ്ങൾ കണ്ടിട്ടും ദൈവത്തെ പിൻപറ്റാതെ ആൾക്കാർ പിന്മാറിപ്പോകുന്നു? The second thing is the difficulty of discipleship. യേശുവിനെ പിൻപറ്റണമെന്ന ആഗ്രഹത്തിൽ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ പുറപ്പെടുന്നെങ്കിലും പലപ്പോഴും ഇന്നലത്തെ അത്ഭുതങ്ങളാണ് നമ്മെ ശിഷ്യരാക്കി നിർത്തിയിരിക്കുന്നത്. പക്ഷേ ആ എക്സൈറ്റ്മെന്റ് പോയി കഴിയുമ്പം നമുക്ക് ശിഷ്യത്വം തുടരാൻ പറ്റുന്നില്ല. പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും പ്രത്യക്ഷമായി ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ പറ്റണം. അല്ലാതെ ഒരു ശിഷ്യത്വത്തിൻ്റെ ഭാഗമായി
എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കൊണ്ടുവന്നാൽ അതെനിക്ക് അക്സെപ്റ്റബിൾ അല്ല. യോബിനോട് ചോദിച്ചാൽ യോബിന് പറയാനൊരു ഉത്തരവുള്ളത്, എൻ്റെ ജീവിതത്തിൽ നന്മയെല്ലാം ദൈവം തന്നപ്പോഴും ഞാൻ അവനെ പിൻപറ്റുന്നവനാ. പക്ഷെ ദൈവം തന്നതെല്ലാം ദൈവം എടുത്താലും I still follow him. ഞാൻ പിന്നെയും അവനെ തന്നെ പിൻപറ്റും. എൻ്റെ ആത്മീക ജീവിതത്തിനും എൻ്റെ ശിഷ്യത്വത്തിനും എനിക്ക് ദൈവം തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല. Think about that same position. നാം ആ യോബിൻ്റെ ഷൂസിലൊന്ന് നിന്നേ, മാർത്തയുടെയും മറിയയുടെയും പൊസിഷനിലൊന്ന് നിന്നേ. യേശു ഞങ്ങളുടെ സ്നേഹിതനെ, യേശു ഞങ്ങളുടെ വീട്ടിൽ വരുന്നയാളാണ്, യേശു ഞങ്ങളെ സ്നേഹിക്കുന്നയാളാണ്. പക്ഷേ ഞങ്ങളുടെ സഹോദരന് സുഖമില്ലെന്ന് പറഞ്ഞിട്ടും 4 ദിവസമായിട്ടും തമ്പുരാൻ വരാതിരിക്കുമ്പോൾ ആ പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ വിൽ യു സ്റ്റിൽ ഫോളോ ഹിം? നമുക്ക് ശിഷ്യത്വം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ പറ്റുമോ? എത്രയോ എക്സാമ്പിൾസ് ബൈബിളിൽ കിടപ്പുണ്ട്. ഞാൻ അത് പറയുന്നില്ല, ഞാൻ വേഗത്തിൽ. എപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻ, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അപ്പം മറുപടി കിട്ടണം, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണം, എൻ്റെ കാര്യങ്ങളെല്ലാം. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ ദൈവത്തെ എനിക്ക് നല്ലവണ്ണം അറിയാം. ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയാൽ എൻ്റെ സ്ട്രഗിളുകളേക്കാൾ അപ്പുറത്ത് എൻ്റെ കൂടെ ഇരിക്കുന്നൊരു ദൈവം ഉണ്ടെന്നും എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നും തിരിച്ചറിയാൻ പറ്റും. മറ്റൊരു വസ്തുത ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഷീമോൻ കൊടുത്ത ഒരു ഉത്തരാണ്. യേശു ഷീമോനോട് ചോദിച്ചൊരു ചോദ്യം, ഷീമോനെ, അവരൊക്കെ പോയതുപോലെ നിങ്ങൾക്കും പോകരുതോ? നിങ്ങൾക്കും പോകാൻ മനസ്സില്ലേ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഷീമോൻ്റെ റിപ്ലൈ, വേർ? അതന്നെ, അത്ഭുതം കണ്ടാലും ഇല്ലേലും അങ്ങയുടെ സാന്നിധ്യത്തെക്കാൾ വലിയ വേറെ ഏത് സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകണ്ടേ? See, that's a response. നോക്കി, അവിടെ നോക്കിയേ. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? ഉത്തരം ശീമോൻ പത്രോസാണ്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? See the response. കർത്താവ് പറയുന്ന ഒരു വസ്തുത, ഷിമോൻ അതിൻ്റെ അടുത്ത സെൻസിൽ പറഞ്ഞിരിക്കുന്നത് കൂടെ ചേർത്ത് നാം മനസ്സിലാക്കിയാൽ, ആത്മീകമായ ഒരു തൃപ്തി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുക. എപ്പോഴും എല്ലാ അനുഗ്രഹങ്ങളും ഭൗതികമായി കിട്ടണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എനിക്ക് ലഭ്യമാകുന്ന ആത്മീക അനുഗ്രഹങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തും എന്ന് ചിന്തിക്കാൻ പറ്റിയാൽ, ഇത് നമുക്കിന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച എവിടെയാ? നമ്മെ തൃപ്തിപ്പെടുത്തുന്നത് നമുക്ക് ലഭ്യമാകുന്ന ഭൗതിക അനുഗ്രഹങ്ങളാണ്. നമ്മെ സാറ്റിസ്ഫൈ ചെയ്യിക്കേണ്ടത് നമുക്ക് ലഭ്യമാകുന്ന ആത്മീക അനുഗ്രഹങ്ങളാണ്. പത്രോസ് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ എവിടെ പോവാനാ? എന്താ, ഈ ലോകത്തിൽ ഭൗതിക നന്മ കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷേ നീ തരുന്ന ആത്മീക അനുഗ്രഹം പ്രാപിക്കാൻ അങ്ങയുടെ സന്നിധി അല്ലാതെ വേറൊരു ഇടവുമില്ല. നീ തരുന്ന ആത്മീക അനുഗ്രഹങ്ങൾ ലഭ്യമാകാൻ ദൈവമേ, നിന്റെ സന്നിധി അല്ലാതെ മറ്റൊരു സ്ഥലവുമില്ല. നോക്കിയേ, ഭൗതിക നന്മ പ്രാപിക്കാൻ ഇഷ്ടം പോലെ വഴികൾ ഈ ഭൂമിയിലുണ്ട്. അത് ദൈവത്തെ കൂടാതെയും ചിലപ്പോൾ നടന്നെന്ന് വരാം. പക്ഷേ ലോകത്തിന് തരാൻ പറ്റാത്തത്, ലോകത്തിന് അസാധ്യമായത് തരാൻ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നേ, ഞങ്ങൾക്ക് ലോകത്തിൽ ഭൗതിക വേണേലും, പക്ഷേ ഞങ്ങൾക്ക് നിത്യജീവൻ സംബന്ധമായ ചില അനുഗ്രഹം വേണമെങ്കിൽ, നിത്യജീവൻ സംബന്ധമായ ചില കാര്യങ്ങൾ വേണമെങ്കിൽ അത് തിരുസന്നിധി മാത്രമേ ഉള്ളൂ.
അങ്ങയുടെ സന്നിധി വിട്ട് ഞങ്ങൾക്ക് എവിടെ പോകും? നിത്യജീവനെ കുറിച്ചുള്ള മൊഴികൾ തിരുസന്നിധി മാത്രമേ ഉള്ളൂ. നാം ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, നമ്മളെ നിർമ്മലീകരിക്കാൻ ഈ ലോകത്ത് എന്ത് വിദ്യ ഉള്ളത്? ദൈവത്തെ കൊണ്ടല്ലാതെ, തമ്പുരാൻ ശുദ്ധീകരിച്ചല്ലാതെ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാവുമോ? തമ്പുരാൻ അനുഗ്രഹിച്ചല്ലാതെ നമുക്ക് നിത്യത ഉണ്ടാകുമോ? ദൈവത്തിന് സ്തോത്രം. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ, മറ്റാർക്ക് ചെയ്യാൻ കഴിയാത്തതിന് ദൈവത്തിന് ചെയ്യാൻ പറ്റും. മറ്റ് പലർക്കും അസാധ്യമായത് എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റുകൊണ്ട് പത്രോസ് പറയുക, ഞാൻ തിരുസന്നിധി വിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? ഞങ്ങൾ എവിടെ പോകാനാ? ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എന്നും തൃപ്തിയുടെയും മഹത്വത്തിൻ്റെയും ഭൗതിക നന്മകളുടെയും വഴിയല്ലെങ്കിലും ഇനി ഒരു ദിവസം ഞങ്ങൾ യോബിൻ്റെ പാതയെ നടക്കേണ്ടി വന്നാലും തിരുസന്നിധി വിട്ട് ഞങ്ങൾ എവിടെ പോകും? അങ്ങയുടെ സന്നിധി അല്ലാതെ മറ്റൊരു സ്ഥലം ഞങ്ങൾക്കില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മെ നടത്തിയ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒരു കാര്യം അറിയണം. എനിക്ക് നാളെയും അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. എനിക്ക് വിടുതൽ തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. എനിക്ക് സൗഖ്യം തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. എന്നെ ഉയർത്താൻ ദൈവം വിശ്വസ്തനാ. ഇനി അത് സംഭവിച്ചില്ലെങ്കിലും, ഇനി എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം നോ എന്താണേലും, എനിക്കൊരു സൗഖ്യം വന്നില്ലേലും, എനിക്ക് ആരോഗ്യമുണ്ടായില്ലേലും, എനിക്ക് ഭൗതിക വഴികൾ തുറക്കപ്പെട്ടില്ലേലും, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഈ രാത്രി ദൈവസ്ഥലം അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ, പലപ്പോഴും നാളുകളായി ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ കുറിച്ച് ഓർക്കാൻ, അതിലൂടെ ദൈവം നമ്മെ മനസ്സിലാക്കി ചെയ്യ അത്ഭുതങ്ങളെ തിരിച്ചറിയാൻ, അതിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ കഴിയാതെ പലപ്പോഴും ഭൗതിക നന്മ മാത്രം അനുഭവിക്കുന്ന മൈൻഡ് സെറ്റിൽ നിന്ന് മാറി ഈ ദിനങ്ങളിൽ ചില ആത്മീയ അനുഗ്രഹങ്ങൾക്കായി ദൈവമക്കൾ കൊതിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറട്ടെ. തിരുസന്നിധി വിട്ട് നമുക്ക് എവിടെ പോകാനോ? നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം അവിടെ ഇരിക്കുക. തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകാനോ? എൻ്റെ ഉയർച്ച ദൈവസന്നിധിയിൽ നിന്ന് വരേണ്ടുന്നതാ. തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകാനോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി അവൻ്റെ കരങ്ങളിലിരിക്കുന്നു. ഞാൻ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നവൻ്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകാനോ? ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഒരു കാലത്ത് എന്നിൽ അത്ഭുതം ചെയ്ത ദൈവം ഈ കാലങ്ങളിലും എന്നെ നടത്താൻ വിശ്വസ്തനാണെന്നും, ഞാൻ ഏത് ജീവിതത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോയാലും എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും കുറഞ്ഞു പോയിട്ടില്ലെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി ദൈവമക്കൾക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും. നമുക്ക് കുടുംബജീവിതം തരാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ, നമുക്ക് തലമുറയെ തരാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ, നാളുകളിൽ നമ്മെ സഹായിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയുകയില്ലയോ? ഈ പട്ടണത്തിൽ നമ്മെ കൊണ്ടുവന്ന് നടാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അത് നമ്മുടെ പഠിപ്പ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ല. ദൈവം എന്നെ ഇവിടെ അയച്ചതാ, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു അത്ഭുതമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ഇന്ന് രാത്രിയും വിശ്വസിക്കാം. ദൈവം എന്നെ ആക്കുന്ന മേഖലയിൽ ദൈവം എന്നെ നടത്തും. ദൈവം എന്നെ ആക്കുന്ന മേഖലകളിൽ ദൈവം എനിക്ക് വേണ്ടുന്ന വഴി തുറക്കും. ഇന്ന് രാത്രി ഒരു കാലങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളുടെ പൊരുള് തിരിച്ചറിഞ്ഞാൽ ഇന്ന് എത്രയധികം നാം ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് പത്രോസ് പറയുക, അപ്പം കിട്ടിയാലും ഇല്ലെങ്കിലും അങ്ങയുടെ സന്നിധി വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഏതാനും മിനിറ്റുകൾ നമ്മുടെ കണ്ണൊന്ന് അടച്ച് നമ്മുടെ മനസ്സ് ദൈവത്തിൽ ഏകാഗ്രമാക്കിക്ക്. അധികം വിശദീകരണം കൂടാതെ ദൈവമക്കൾക്ക് അതിൻ്റെ ആഴോ അർത്ഥമോ ഒക്കെ മനസ്സിലാവുന്ന ഞാൻ ചിന്തിക്കുന്നത്. എത്ര അത്ഭുതം പ്രാപിച്ചവരവിടെ. ഞാൻ ഒരു കാലത്ത് ഞാനും ഓർക്കുന്ന ഒരു കാര്യം, കണ്ണുനീരോടെ കരഞ്ഞ് 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 ദൈവത്തിൽ പ്രാർത്ഥിച്ച ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അപ്രതീക്ഷിതമായി ദൈവം തുറന്നു തന്ന വഴികൾ എത്ര വലുതായിരുന്നു. അന്ന് അതോർത്ത് സ്തോത്രം ചെയ്തു. പിന്നീടുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും ചെറിയ ചെറിയ
ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പതറിപ്പോകുക. ഇതൊന്നും വേണ്ട, ഈ വിശ്വാസമൊന്നും വേണ്ട, ഇതിൻ്റെയൊക്കെ പുറകെ നടന്നിട്ട് എന്താ കാര്യം ചിന്തിക്കുക. അത്ഭുതം നമുക്കറിയാം. അത്ഭുതം ചെയ്ത ദൈവത്തെ പലപ്പോഴും അറിയാൻ പറ്റുന്നില്ല. അത്ഭുതം നമുക്കറിയാം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവകരം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി അല്പസമയം എല്ലാ ദൈവമക്കളും ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എന്നെ ഇന്നേ വരെ നടത്തിയ ഒരു ദൈവമുണ്ട്, എന്നെ ഇതേവരെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്, എന്നെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്, എന്നെ സഹായിച്ചൊരു ദൈവമുണ്ട്, എന്നെ ലജ്ജിപ്പിക്കാതെ നിർത്തിയൊരു ദൈവമുണ്ട്. അല്ലെങ്കിൽ ശത്രുക്കളുടെ മുൻപാകെ എനിക്ക് മേശ ഒരുക്കിയൊരു ദൈവമുണ്ട്. നാളെയും അവർ എന്നെ നിർത്താൻ ശക്തരാ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ദൈവത്തിന്റെ പ്രവൃത്തി അറിയാവുന്നവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്നും എൻ്റെ ദൈവം അതിശയം പ്രവർത്തിക്കുന്നവനാണെന്നും ഇന്നലകൾ എന്നെ സഹായിച്ച ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കാൻ. Oh Lord, thank you Jesus, thank you Jesus. Hallelujah, hallelujah, hallelujah. ഞാൻ ഇന്ന് പകല് പറഞ്ഞതുപോലെ അത്ഭുത രോഗശാന്തി കിട്ടിയ ദൈവമക്കൾ ഈ ആലയത്തിനകത്തിരിപ്പുണ്ട്. എന്നാലും ദൈവത്തിന് സ്തോത്രം, പലപ്പോഴും ഒരു ചെറിയ പനി വരുമ്പം പോലും ദൈവത്തിൻ്റെ കരം വിശ്വസിക്കാൻ അവിശ്വസിക്കാൻ ഇടയാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ? എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം ഉറവ തുറന്ന് നടത്തിയ വിധങ്ങൾ നല്ലതുപോലെ അനുഭവിച്ചിരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. എന്നാലും ഒരു നേരത്തെ കാര്യങ്ങൾക്ക് ഞെരുക്കം വരുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്നു, ശിക്ഷത്വം മറന്നു പോകുന്നു. ഹല്ലേലൂയ. ദൈവം പറയുക, ദൈവം ചോദിക്കുന്നൊരു ചോദ്യം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾ ഒഫൻഡഡ് ആയി പോകുകയാണോ? നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത അത്ഭുതം ഇന്ന് പകലും നടന്നില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ഒഫൻഡഡ് ആയി പോകുകയാണോ? കർത്താവ് പറയുക, ദൈവത്തിന് സ്തോത്രം, അതല്ല ദൈവം എക്സ്പെക്ട് ചെയ്യുന്നേ. Many times we lose confidence in our Lord. നമ്മുടെ ദൈവത്തിലുള്ള ആ പൂർണ്ണ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയുള്ള അനുഭവം. ഇന്ന് രാത്രി അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആൻസർ നോ ആയിരിക്കുമ്പോഴും ഇറ്റ്സ് ഇൻ ഗോഡ്സ് കൺട്രോൾ എന്ന് പറയാൻ പറ്റുന്ന വിശ്വാസം. ദൈവം സകലം നിയന്ത്രിക്കുന്നൊരു ബോധ്യം. എനിക്ക് വേണ്ടി ചില കരുതലുകൾ ദൈവം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, എനിക്ക് വേണ്ടി ചില വിടുതലുകൾ അയക്കാൻ ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ദൈവം, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഒരല്പസമയം കണ്ണുകളെ അടച്ചെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മിൽ വെളിപ്പെടുമാറുള്ള ചില ദൈവപ്രവൃത്തി ഈ ആലയത്തിനകത്ത് സംഭവിക്കാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് വെറുതെ ആകത്തില്ല. ഈ ദിവസങ്ങൾ ദൈവസ്ഥനിൽ കണ്ണീരൊഴുക്കുന്നത് വെറുതെ ആകത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നത് വെറുതെ ആകത്തില്ല. തമ്പുരാനെ, എൻ്റെ ഏതാവശ്യത്തിനും അങ്ങേ വിട്ട് ഞാൻ എവിടെ പോകും? അങ്ങേ വിട്ട് ഞാൻ എവിടെ പോകും? ജീവൻ്റെ വചനം അങ്ങിലുണ്ടല്ലോ, ജീവൻ്റെ വചനം അങ്ങയുടെ സന്നിധിയിലുണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് വേണ്ടുന്നതെല്ലാം അവൻ്റെ സന്നിധിയിലുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ, എനിക്ക് വേണ്ടുന്നതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് പ്രാപിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ, എനിക്ക് എൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന ഭൗതികമാകട്ടെ ആത്മീകമാകട്ടെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ദൈവ സന്നിധിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു കാലത്ത് പ്രാർത്ഥിച്ചു വാങ്ങിച്ചതുപോലെ ചില അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങിക്കാൻ, ചില വിടുതലുകൾ പ്രാർത്ഥിച്ചു വാങ്ങിക്കാൻ ഇന്ന് രാത്രികാലവും ദൈവങ്ങൾ സമർപ്പിക്കട്ടെ. എൻ്റെ സൗഖ്യം എൻ്റെ യേശു തരുന്നതായിരിക്കട്ടെ, എൻ്റെ ഉയർച്ച എൻ്റെ ദൈവം തരുന്നതായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരത്തിൽ വരുന്ന എല്ലാ ഭൗതിക നന്മകളും എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് വാങ്ങുന്നതായിരിക്കട്ടെ. എൻ്റെ കുടുംബജീവിതം എൻ്റെ ദൈവം എനിക്ക് തന്നതായിരിക്കട്ടെ.
തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് എനിക്കെങ്ങും പോകാറില്ല. അതിനേക്കാൾ അപ്പുറമായ ഒരു സ്ഥലം ഞാൻ കാണുന്നില്ല. എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യമാ എനിക്ക് ഏറ്റവും വലുത്. ഈ രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തമ്പുരാൻ പറയുന്നൊരു കാര്യം, ഒരിക്കൽ അത്ഭുതം ചെയ്ത ദൈവത്തിൻ്റെ കരത്തിന് ഇന്നും ശക്തി കുറഞ്ഞിട്ടൊന്നുമില്ല. ഒരിക്കൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അതിൻ്റെ മഹത്വം ഒന്നും കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. നമുക്ക് പലതും മനസ്സിലാകാത്തത് കൊണ്ടാണ്. എന്നാലും ഒരു നിമിഷം കണ്ണ് അടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ദൈവത്തിന് ഇന്ന് പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ ആലയത്തിൽ സമയം ബോർതിരിച്ച് വരുന്ന ദൈവമക്കളുടെ ഒക്കെ മനസ്സിൽ വിവിധ വിഷയങ്ങൾ സംബന്ധമായി ഭാരവും നിരാശയുമുള്ളവരാണെന്ന് എനിക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഓർത്ത് നിരാശപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നാം പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങളെന്ന് തോന്നിപ്പോകുന്ന അനുഭവങ്ങളുള്ളവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കർത്താദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണും കാതും അവരുടെ മെൻ്റൽ അവരുടെ മൈൻഡ് സെറ്റും ഒക്കെ രൂപപ്പെടുത്തുന്ന തുറക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാൻ ഒരു പിതാവെന്ന നിലയിൽ മാതാവെന്ന നിലയിൽ ഇവിടെ ഇരുന്ന് കരയുന്ന ചില പ്രിയപ്പെട്ടവർക്ക് ഇന്ന് ഈ രാത്രി ചില അത്ഭുതം വെളിപ്പെടുമെന്ന് വിശ്വസിക്കാമോ? എൻ്റെ കുഞ്ഞിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്നും എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നും അറിയാൻ രോഗങ്ങൾ അലട്ടിയിട്ട് ശരീരത്തെ തളർത്തി ക്ഷീണിപ്പിച്ചിരിക്കുന്ന അനുഭവങ്ങൾ, എന്നാൽ അതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ദൈവകരമുണ്ടെന്ന് വിശ്വസിച്ചാൽ എൻ്റെ യേശുവിൻ്റെ ഒരു വാക്കുമതി എനിക്ക് സൗഖ്യം വരാനെന്ന് വിശ്വസിച്ചാൽ, എനിക്ക് വീസയുടെ ക്രമീകരണങ്ങൾ തരാൻ ഈ രാജ്യത്തിൻ്റെ നിയമം തന്നെ തിരുത്തണമെങ്കിൽ എൻ്റെ യേശു അത്ഭുതം ചെയ്യുന്നവനാണെന്നും അവൻ്റെ പ്രവൃത്തി ഇന്നും കുറുതായിട്ടില്ലെന്നും അവൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ലെന്നും അറിയാമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. പലപ്പോഴും ആത്മീകമായ അനുഭവങ്ങൾ, ആത്മീകമായ അനുഗ്രഹങ്ങൾ, ഭൗതികമായ അനുഗ്രഹങ്ങൾ നമുക്കതിൻ്റെ ആഴം മനസ്സിലാകാത്തത് കൊണ്ട് യേശു പറയുന്നൊരു കാര്യം, Did you lose confidence in my authority? ആ ചോദ്യം ഇന്ന് കർത്താവ് ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ചോദിക്കുക. Really? Did you lose confidence in God? നിന്നെ വിളിച്ച ദൈവത്തിലുള്ള ആ ഒരു കോൺഫിഡൻസ് നഷ്ടമായിട്ടുണ്ടോ? ഒരു കാലത്ത് ദൈവം എന്നെ നടത്തുമെന്നും ദൈവം എന്നെ സഹായിക്കുമെന്നും എൻ്റെ വലങ്കരത്തെ അവൻ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവമക്കൾ ഇന്ന് അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ? സാഹചര്യം അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ, ആര് നോക്കുന്നെന്നോ ആരറിയുന്നെന്നൊന്നും അല്ല, ആരും സഹായത്തിനില്ലെങ്കിലും ഒറ്റയാളും എന്നെ സഹായിക്കാൻ വന്നില്ലെങ്കിലും എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നൊരു ദൈവമുണ്ടെന്നും എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് അവനാണെന്നും വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കോൺഫിഡൻസോടെ ദൈവമുഖത്തേക്ക് നോക്കി പറയാം, കർത്താവേ, തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? നിന്നിത പാത്രരായി മേവ നമ്മെ നായകൻ കൈവിടുമോ? നിന്നിത പാത്രരായി മേവ നമ്മെ നായകൻ കൈവിടുമോ? ഓ എഴുന്നേറ്റു നാം പണിതിടുക തിരുകാരങ്ങൾ. ഉറപ്പോടെ പറഞ്ഞ് നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക തിരുകാരങ്ങൾ നമ്മോടി. ഉറപ്പോടെന്ന് പറഞ്ഞേ, സംശയത്തിന്റെ നിഴലുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് പറഞ്ഞേ, ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരിക്കുമെന്ന്. അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല.
അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ അവൻ ഇന്നും ശക്തൻ. ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ചേർന്ന് വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനായി. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനായി. ഓ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നാടും നീടുമേ തൻ ഭുജബലത്താൽ. ഓ അത്ഭുതങ്ങൾ നാടും നീടുമേ തൻ ഭുജ. വെള്ളിയും പൊന്നൊന്നുമല്ല ശക്തിയോടെ നാമത്തിനായി. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനായി. ഓ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നാടും നീടുമേ തൻ ഭുജബലത്താൽ. ഓ അത്ഭുതങ്ങൾ നാടും നീടുമേ തൻ ഭുജ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. ഓ മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അവൻ മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. അവൻ രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അവൻ രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങി. ചേർന്ന അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. അവൻ നല്ലവനാ, കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അവൻ നല്ലവനാ, കർത്തനവൻ വല്ലഭനായി നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും. അവൻ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അവൻ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും മിന്നൽ പിണരുകൾ വീശും, പിന്മാറിയെ ഊറ്റുമവൻ. മിന്നൽ പിണരുകൾ വീശും, പിന്മാറിയെ ഊറ്റുമവൻ. അവനുണരുകയാൽ ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. അവനുണരുകയാൽ ജനകോടികൾ തകരുമപ്പോൾ നിന്ദിതപാത്രരായി ദേവാൻ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിതപാത്രരായി മേവാ, ഓ നമ്മെ നായകൻ കൈവിടുമോ. അവനെഴുന്നേറ്റു നാം പണിതിടുക, തിരുകാര്യങ്ങൾ നമ്മോടിരിക്കും. അവനെഴുന്നേറ്റു നാം പണിതിടുക, തിരുകാര്യങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതം യേശുവിൻ ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനായി. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനായി.
അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിൽ ഉയർത്തിടാൻ. ഈ ഭൂവിലെ ഉയർത്തിടാൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാൻ. അത്ഭുതമേശുവിൻ നാമം ഒരു പ്രാവശ്യം കൂടെ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. പിതാക്കന്മാരുടെ കാലം മുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഈ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. ഓരോ അത്ഭുതങ്ങളുടെയും പിന്നിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഈ ആത്മീയത എന്താണെന്ന് തിരിച്ചറിയാൻ, ദൈവം എന്നെ ഉയർത്തുമ്പോൾ, ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം എനിക്ക് മാനം തരുമ്പോൾ, ദൈവം എനിക്ക് ഉയർച്ച തരുമ്പോൾ, അതിന് തതുല്യമായ ആത്മീക നിലവാരത്തിലേക്ക് ഞാൻ ഉയരണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് പലപ്പോഴും അത്ഭുതങ്ങൾ അനുഭവിക്കുന്നതല്ലാതെ ആ തലത്തിലേക്ക് ഉയർന്നു വരുവാൻ കഴിയാത്ത നിലയിലുള്ള ആരെങ്കിലും ഇന്ന് രാത്രിയോടെ ഉണ്ടെങ്കിൽ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ ചെയ്ത ഓരോ അത്ഭുതത്തിനും പിന്നിൽ എൻ്റെ ആത്മീക ഉയർച്ച, എൻ്റെ ആത്മീക ഉന്നമനം സ്വർഗം പ്ലാൻ ചെയ്തിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ആ തലത്തിലേക്ക് ഉയരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എനിക്ക് താഴ്മ ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കുന്നവനാകാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് കുറച്ചുകൂടെ വിശ്വസ്തനാകാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ആത്മീകമായ തലത്തിലൊരു ബോധ്യം വരുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞാൻ ഒരിക്കൽ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ നീ എനിക്ക് സൗഖ്യമരുളിയ ദൈവമാണ്, പക്ഷേ അതിൻ്റെ പിന്നിൽ നിനക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഞാൻ അനേകം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാകണമെന്ന്, ഞാൻ അനേകം രോഗികൾക്ക് സൗഖ്യം കൊടുക്കുമാറ് സൗഖ്യമാക്കുന്ന യേശുവിനെ വെളിപ്പെടുത്തണമെന്ന്. എന്നാൽ എൻ്റെ യേശു ഉദ്ദേശിച്ച ആത്മീക തലത്തിലേക്ക് എനിക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചിന്തിക്കുന്ന അറിവ് വരുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം എൻ്റെ ഭൗതിക മേഖലയെ അനുഗ്രഹിച്ചാൽ, അതിന്മേലൊരു അത്ഭുതം ചെയ്താൽ, അത് ദൈവനാമത്തിന് മഹത്വമാകുന്നതിൽ ഞാൻ ചിലവിടുമെന്നൊക്കെ ചിന്തിച്ച തീരുമാനിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എനിക്ക് ഭൗതിക നന്മ തരുമ്പോൾ, എനിക്ക് ജോലിയുടെ വഴി തുറന്നു തരുമ്പോൾ, എന്നിലൂടെ ചില ആത്മീക പദ്ധതികൾ ദൈവം പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ ദൈവിക പദ്ധതികളെ തിരിച്ചറിയാൻ പറ്റാതെ എനിക്ക് ദൈവം അത്ഭുതം ചെയ്തതിൻ്റെ ഉദ്ദേശം എന്തെന്നറിയാതെ പിന്മാറിയിരിക്കുന്ന അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിക്കുന്ന രാത്രിയാകട്ടെ.
സ്വർഗം പ്രതീക്ഷിക്കുന്നത് ഓരോ അത്ഭുതവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, ഓരോ വിടുതലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നാം ആത്മീകതയിൽ ഒരു പടി കൂടെ ഉയർന്നു വരണമെന്നായിരുന്നു. നാം ആത്മീകതയിൽ ഒരു പടി കൂടെ മുന്നേറണമെന്നായിരുന്നു. നാം കുറച്ചുകൂടെ പ്രാർത്ഥിക്കുന്ന ആളാകണമെന്നായിരുന്നു. നാം കുറച്ചുകൂടെ വിധേയപ്പെടുന്ന ആളാകണമെന്നായിരുന്നു. നാം കുറച്ചുകൂടെ താഴ്മ ധരിക്കുന്ന ആളാകണമെന്നായിരുന്നു. എന്നാൽ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും അത്ഭുതങ്ങളും നമ്മളെ നിഗളികളാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിക്കാനുള്ള രാത്രിയായി ഈ രാത്രി തീരുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നാം എല്ലാവരും ദൈവത്തിൽ നിൽക്കുമ്പോൾ പ്രിയ സാജുവച്ചൻ നമ്മുടെ മധ്യമുണ്ട്. പ്രിയ കത്തദാസൻ മുൻപോട്ട് കടന്നു വരും. പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കും. എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്ത ഒരു നിമിഷം കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ക്രമീകരിച്ചതായ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യയെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലുള്ള സന്തോഷ പരിപൂർണതയും പ്രമോദവും അനുഭവിച്ചുകൊണ്ട് ഈ സായം സന്ധിയിൽ ഞങ്ങൾക്ക് അവിടുത്തെ തിരുപാതയെ ആയിരുന്നു കൊണ്ട് സ്വർഗത്തിൻ്റെ ആലോചനയെ കേൾക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ചതായ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ഏതൊരു ആത്മാവിനാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതപ്പെട്ടോ ആത്മാവിനാൽ തന്നെ ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ അഭിഷിക്ത ദാസരെ ഇന്ന് രാത്രികാല അപ്പൻ്റെ തിരുക്കരങ്ങളിൽ എടുത്തുപയോഗിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾപ്പിച്ച ആത്മീയാലോചനകൾക്കായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാര് പറഞ്ഞല്ലോ, യേശുവേ അപ്പാ ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവൻ മൊഴി നിന്നിലുണ്ടല്ലോ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞതായ അനുഭവം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ, അടയാളങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവിടുന്ന് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ അവിടുത്തെ ഉദ്ദേശം എന്താണെന്ന് ഹല്ലേലൂയ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയോട് ചേർന്ന് അങ്ങയോട് ഒരു പടി കൂടി അടുത്ത് അങ്ങയുടെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ആ സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട്, ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് കർത്താവേ അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒത്തിരി കുറവ് വന്നുപോയി അപ്പാ, ഒത്തിരി ബലഹീനത വന്നുപോയി കർത്താവേ, വീഴ്ചകൾ വന്നുപോയി കർത്താവേ. പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും പല വിഷയങ്ങളും ഞങ്ങളുടെ നടുവിൽ അവിടുത്തെ അത്ഭുതത്തിൻ്റെ കാര്യം പ്രവർത്തിച്ചപ്പോൾ അത് വലിയ കാര്യമായിട്ട് ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഹല്ലേലൂയ അതിൽ കൂടി വെളിപ്പെടുത്തുന്നതായി അവിടുത്തെ ആത്മീയ ഉദ്ദേശം, ആ താല്പര്യം ഹല്ലേലൂയ ഒന്ന് മനസ്സിലാക്കുവാനോ, ഹല്ലേലൂയ ഒരു പടി കൂടി അങ്ങയോട് അടുത്ത് ജീവിക്കുവാനോ, കർത്താവെ അങ്ങേക്ക് മഹത്വം കരറ്റുവാനോ പലപ്പോഴും സാധിക്കാതിരുന്ന സന്ദർഭങ്ങളുണ്ട്. ഇതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ഈ സന്ധ്യാവേളയിൽ ഞങ്ങൾ ഓർപ്പിച്ചുണർത്തിയ എല്ലാ ദൈവ നല്ല ആലോചനകൾക്കായും ഞങ്ങൾ അപ്പനോട് നന്ദി പറയുന്നു കർത്താവേ. ഇനിയുള്ള നാളുകൾ ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ദൈവത്തോട് ഒരുമിച്ച് കർത്താവേ ഹല്ലേലൂയ കർത്താവേ ആത്മീയ അനുഭവത്തോടെ ജീവിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ മക്കൾക്കും അവിടുന്ന് കൃപ കൊടുക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കൃപയിലേക്കും കൃപയുടെ വചനത്തിലേക്കും എല്ലാവരെയും ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ അഭിഷിക്ത ദാസനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ആത്മീയ ഗീതങ്ങൾ ഹല്ലേലൂയ പാടുവാൻ, ആരാധനയിൽ നേതൃത്വം കൊടുക്കുവാൻ അങ്ങയുടെ പ്രിയ മക്കളെയും അവിടുന്ന് ബലപ്പെടുത്തിനായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ അടിയങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായിട്ട് സ്തോത്രം. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണം പിതാവേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ. അൻപുള്ള യേശുവിൻ നല്ല നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പ്രാപിപ്പാൻ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ ഓരോ നിമിഷവും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടുകൂടെയും നാം കേട്ട വചനത്തോടുകൂടെയും തുടർമാനമായിട്ടുള്ള